Well, so am I audible? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Very good evening, Anisha. Yes, Swati, Mayuri. Well, hope you are doing great. So, let's begin. Well, Swati. So, let's begin today's session. So, welcome to I Plus Training Solutions. Well, SSC seminar. So, SSC സെമിനാറിലേക്ക് എല്ലാവർക്കും once again welcome. Well, so നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ക്രാക്ക് SSC. എങ്ങനെയാണ് SSC ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ബേസിക്കലി SSC കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൗ ടു ക്രാക്ക് SSC എക്സാമിനേഷൻ ഇൻ 2025. ദിസ് ഈസ് അവർ ടാർഗറ്റ്. 2025 SSC എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത്. സി വി ഹാവ് സോ വിച്ച് വൺ ഈസ് ദ ഹയസ്റ്റ് എക്സാമിനേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എക്സാമിനേഷൻ നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് ബോർഡ് ഏതാണ് എന്ന് എനി ഐഡിയ? വിച്ച് വൺ ഈസ് ദ ഹയസ്റ്റ് എക്സാമിനേഷൻ ബോർഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നത് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? നോ ഐഡിയ. സി ഹയസ്റ്റ് എക്സാമിനേഷൻ ഇന്ത്യയിൽ നടത്തുന്നത് UPSC ആണ്. And second highest examination, yeah, Swati, you are absolutely right. It is UPSC. Union Public Service Commission. Yeah, Mayuri. UPSC ആണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് എക്സാമിനേഷൻസ് നടത്തുന്നത് UPSC ആണ്. And second highest examination, it is Staff Selection Commission. SSC ആണ്. Well, very good, Swati. So you may be familiar with that. എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ പാറ്റേൺ നമുക്ക് തരുന്ന അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം. SSC നമുക്ക് തരുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് SSCയും PSCയും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള കുട്ടികളായിരിക്കും. ആണോ? എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ യു ജസ്റ്റ് സേ യെസ്. വെൽ സ്വാതി, ഇതിനു മുമ്പ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ടുണ്ട്, PSC ഉണ്ട്, SSC എഴുതിയിട്ടുണ്ട്. So what is the difference between a comparative examination and a normal examination? Do you have any idea regarding that? What is the difference between a comparative examination and a normal examination? ഒരു സാധാ എക്സാമും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ എഴുതിയ എക്സാംസ് ആണ് ഈ what we call normal examinations. അതും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. No idea. What? We'll take up. See, may I ask you that? Yeah, Swati, normal exam is easy, competitive is tough. Okay, so Swati was saying that normal examination easy ആണ്, competitive examination കുറച്ച് tough ആണ് എന്നുള്ളത്. Normal examinationസിൽ ജയിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. And competitive examinationന്റെ പ്രത്യേകത, the word itself says that it is competition. അത് competition ആണ് എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നുണ്ട്. If examples, or if someone asks you that who is the first prime minister of India, what may be your answer? If someone asks you that ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ what may be your answer? Any idea? Well, Swati, it is Pandit Jawaharlal Nehru. Pandit Nehru ആണ്. So everybody knows the answer that it is Nehru. Nehru ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. And if someone asks you that the question that who is the first external affairs minister of India, what may be your answer? First external affairs minister of India. Any idea? External affairs means it is the foreign minister. India ആദ്യത്തെ foreign minister or India ആദ്യത്തെ external affairs minister. Anyone? Do you know the answer that who is the first external affairs minister of India? No idea. See, നിങ്ങൾ നേരത്തെ പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ പണ്ഡിറ്റ് നെഹ്റു തന്നെയാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണെന്നുള്ളത് ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്.
ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളതാണ് ദാറ്റ് മേക്സ് ദ ക്വസ്റ്റ്യൻ കോമ്പറ്റേറ്റീവ്. അതിനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേണിലേക്ക് നമ്മൾ വരുമ്പം കോമ്പറ്റീഷൻ വരുന്നത്. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് when we compare to PSC ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ടായിരിക്കും നമ്മളുടെ പ്രോസസ്സിംഗ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. PSC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PSCയുടെ എക്സാമിനേഷൻസ് വളരെ ഡിലേ നടത്തുമ്പോൾ SSC ഓൾറെഡി 2025 കലണ്ടർ അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എക്സാം ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. നമുക്ക് SSCയുടെ ബേസിക് ലെവൽ എക്സാമിനേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ SSCയുടെ ബേസിക് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് MTS ആണ്. 10ാം ക്ലാസ് യോഗ്യത വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് MTS എന്ന് പറഞ്ഞ എക്സാമിനേഷൻ. ഇനി രണ്ടാമത്തെ പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ CHSL എന്ന് പറയുന്ന എക്സാമിനേഷൻ. CHSL ഹയർ സെക്കൻഡറി ലെവൽ, അതായത് +2 യോഗ്യത വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കുന്ന എക്സാമിനേഷൻ ആണ് CHSL എന്ന് പറയുന്നത്. ഇനി CGL എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻ ആണ് CGL എക്സാമിനേഷൻ. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിളിച്ചിരിക്കുന്ന എക്സാമിനേഷൻ CGL എക്സാമിനേഷൻ ആണ്. CGL എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, CGL എക്സാമിനേഷൻ ഓഗസ്റ്റ് 13 ഇതിന്റെ ആദ്യത്തെ ടയർ 1 എക്സാമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഓഗസ്റ്റ് 13 ടയർ 2 വരുന്നത് ഡിസംബറിലാണ്. നമുക്ക് ഹാർഡ്ലി 6 months ഉണ്ട്. അപ്പൊ ഈ ചെറിയ സമയം കൊണ്ട് എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. നമുക്കൊരു എക്സാമിനേഷന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതായത് ഹാർഡ്ലി 1 and 2 months ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത കുട്ടികളാണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഈസി പീസ് ഓഫ് കേക്ക് ആണ്. ഇറ്റ് മേ ബി എ പീസ് ഓഫ് കേക്ക് ഫോർ യു. When I'm taking English sessions, I always use this pattern that it is a piece of cake for you if you are already preparing for this examination. What do you mean by piece of cake? Do you have any idea regarding that? It's an idiom. Well, very good, Swati Ayyappan. You are absolutely right. It is an easy task. English സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമുകൾക്ക് നിങ്ങൾ MTS എഴുതിയാൽ, CHSL എഴുതിയാൽ, CGL എഴുതിയാൽ, എന്ത് എഴുതുകയാണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഡിയം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. ഇഡിയം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് CGL ആണെങ്കിലും CHSL ആണെങ്കിലും MTS ആണെങ്കിലും. അതായത് ഇനി വളരെ കുറച്ച് സമയത്തിന് എക്സാമിനെ എങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ കുറച്ച് സമയത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വൈഡ് റേഞ്ച് പഠിക്കാൻ പോകരുത്. വൈഡ് റേഞ്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വി കാൺ ക്രാക്ക് ദ പ്രിലിംസ് എക്സാമിനേഷൻസ്. നമുക്ക് ടയർ 1 ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. വൈഡ് റേഞ്ച് ഒരു ഡീപ്പ് പാറ്റേണിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയേക്കുവാണെങ്കിൽ, ഇനി ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എങ്ങനെ CGL ടയർ 1 ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ യു ഹാവ് ഓൺലി വൺ മോട്ടോ, PYQs. അല്ലാതെ ഇനി വൈഡ് ആയിട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. CGL വേണ്ടി ഞാൻ ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ പറയാണ്, PYQs പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ SSCയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് SSC എല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു പാറ്റേൺ അങ്ങനെയാണ്. അതായത് PYQസിന് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ ബാങ്കിങ് എക്സാമിനേഷൻസും SSCയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ PYQകളുടെ എണ്ണം എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും നമ്മളുടെ എക്സാമിനേഷൻ. അപ്പൊ നിങ്ങൾ CGL ആണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് CGL PYQs ചെയ്യുക. ഇനി CHSL ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ CHSL PYQs ചെയ്യുക. MTS ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ MTSന്റെ PYQs ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് മാക്സിമം നമ്പർ PYQs നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് എക്സാമിനേഷൻ ഉള്ളത്. ഒരു ഹാർഡ്ലി 6 months ആയിരിക്കണം നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു എക്സാമിനേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു 6 months ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഏത് എക്സാമിനേഷൻ ആയാലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മിനിമം നമുക്ക് വേണ്ടത് 6 months ആണ്. നിലവിലെ സാഹചര്യത്തിൽ ഓഗസ്റ്റ് 13 നമുക്ക് 6 months ഇല്ല. നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് 1 month ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങളോട് പറഞ്ഞത്. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് PYQs മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. ഇനി PYQs ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കുക. ഞാൻ ഇംഗ്ലീഷ് സെഷനെ കുറിച്ച് ആണ് PYQs ചെയ്യുന്ന കാര്യം പറയുന്നത്. മാത്സ് സെഷനെ കുറിച്ച് പറയാൻ റഹാൻ സാർ ഉണ്ട് അവിടെ. ദെൻ റീസണിങ്ങിനെ കുറിച്ച് പറയാൻ ശ്രീജിത്ത് സാർ ഉണ്ട്. സോ PYQs ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ PYQs ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു 13 എക്സാമിനേഷൻ വരുന്നത് എന്നുള്ളത്. സോ PYQs ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സ്, നമുക്ക് എവിടെയൊക്കെയാണ്
ഈ പറയുന്ന PYQs ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത്? ഇപ്പം നമ്മളുടെ ഇംഗ്ലീഷ് സെഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പോട്ടിംഗ് ദ എറർ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ഒന്നുമില്ല, തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു സ്ഥലത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. യു വാണ്ട് ടു ഐഡന്റിഫൈ ദാറ്റ് ഏത് സ്ഥലത്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത്. അത് നമുക്ക് സാധാരണഗതിയിൽ ടെൻസസിൽ നിന്ന് ചോദിക്കാം, ഗ്രാമറിലെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ടെൻസസ്, ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഏത് പാറ്റേണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്പോട്ടിംഗ് ദ എറർ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എവിടെയാണോ മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ, ഇപ്പൊ ടെൻസസ് ചെയ്യുന്ന ഒരു പാറ്റേണിനകത്ത് ടെൻസസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. ഇംഗ്ലീഷിന്റെ സെഷന്റെ മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാ സെഷനിലും കൂടി നമുക്ക് ഉള്ളത് 25 ചോദ്യമാണ് ഇംഗ്ലീഷ് സെഷനിലുള്ളത്. 25 ചോദ്യം, ഒരു ചോദ്യത്തിന് 2 മാർക്കാണ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. സോ 25 ചോദ്യം 50 മാർക്കാണ് നമുക്ക് കിട്ടുന്നത് ഇംഗ്ലീഷിൽ. ഇത് തന്നെയാണ് ബാക്കി എല്ലാ സെഷൻസിലും. അതായത് ജനറൽ പാറ്റേണിൽ മൊത്തം എക്സാമിനേഷൻ നടക്കുന്ന 100 ചോദ്യത്തിലും 200 മാർക്കിലും 60 മിനിറ്റും അര മാർക്ക് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് പോകുന്നത്. ഇതാണ് നമ്മളുടെ പാറ്റേൺ. സോ PSCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമയം നമുക്ക് കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക. ടൈം നമുക്ക് കുറവാണ്. PSC കുറച്ചുകൂടി ടൈം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ടൈം കുറവാണ്. ആൻഡ് ഗുണം എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ SSCയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ടൈം കുറയുന്നത് പോലെ നമുക്ക് സാലറി സ്കെയില് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. കൂടുതൽ പേയ്മെന്റ് കിട്ടും, കൂടുതൽ സാലറി സ്കെയില് കൂടുതലായിരിക്കും. ഇപ്പൊ പേ കമ്മീഷൻ കൂടി പറഞ്ഞതുകൊണ്ട് സാലറി കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടി നമുക്കുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് സെഷനിൽ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ചെയ്യേണ്ട പാറ്റേൺസ് എന്ന് പറയുന്നത്, PYQs ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു കോംപ്രിഹെൻഷൻ ചെയ്ത് നോക്കുകയാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരും, ആ പാസേജിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് ചെയ്തു നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ വൊക്കാബുലറി ഭാഗത്താണ് നമുക്ക് മാർക്ക് കുറയുന്നത് എന്ന് വിചാരിക്കാം. വൊക്കാബുലറി ഭാഗത്താണ് മാർക്ക് കുറയുന്നത് എങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് വൊക്കാബുലറി ഭാഗമാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് പാസേജ് ചെയ്യുമ്പോൾ പാസേജിലാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്ന് വിചാരിക്കുക, പാസേജ് കോംപ്രിഹെൻഷൻസ് ചെയ്യുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് എങ്കിൽ യു വാണ്ട് ടു ഫോക്കസ് ഓൺ ദാറ്റ് പാസേജ് കോംപ്രിഹെൻഷൻ. പാസേജ് കോംപ്രിഹെൻഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ലാസ്റ്റ് ടൈമിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ, PYQs ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക ഏതൊക്കെ ടോപ്പിക്കുകളാണോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഏതൊക്കെ ടോപ്പിക്കുകളാണോ നിങ്ങൾക്ക് കിട്ടുന്നില്ല അത് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. പിറ്റേ ദിവസത്തെ PYQ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടോ, അന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആ പാറ്റേൺ പഠിച്ചെടുക്കുക. അതായത് ഏതൊക്കെ ടോപ്പിക്സ് ആണോ നമുക്ക് മിസ്സിംഗ് വരുന്നത്, നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ PYQ ചെയ്യുക. PYQ ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലിരിക്കുമ്പോൾ അച്ഛനോട് കഥ പറഞ്ഞ് അമ്മയോട് കഥ പറഞ്ഞ് TV കണ്ട് ഇങ്ങനെ PYQ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, എക്സാം ഹാളിൽ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ വളരെ ഷോർട്ട് ടൈം ഉള്ള പാറ്റേണിൽ പറഞ്ഞ ഒരു കാര്യമാണ് 6 മന്ത്സിന്റെ ഒരു കാര്യം എങ്ങനെ 2 മാസത്തിലേക്ക് നമുക്ക് ചുരുക്കാം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. 6 മന്ത് വെച്ച് ഞാൻ പഠിക്കുന്ന ഒരു കാര്യം എങ്ങനെ എനിക്ക് ലിമിറ്റഡ് പീരീഡിലേക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വളരെ കുറച്ച് മാർക്ക് മതി, കാരണം ടയർ 1 കുറച്ച് മാർക്ക് മതി. ടയർ 2 ഡിസംബർ വരെ നമ്മളുടെ മുമ്പിൽ സമയമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺവെൻഷണൽ മെത്തേഡ്സിൽ ഞാൻ ഈ പറഞ്ഞ 6 മന്ത്സിലെ ഫോക്കസ്ഡ് സ്റ്റഡിയിലേക്ക് പോകാം. അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ട പാറ്റേൺസ് ആണ് പറഞ്ഞത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം. സോ മാക്സിമം PYQs ചെയ്ത് പഠിക്കുക. മാക്സിമം PYQs ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഈ പറയുന്ന പാറ്റേൺസ് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ സിലബസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇംഗ്ലീഷിന്റെ സിലബസ് പാറ്റേൺസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് 3 ആയിട്ടാണ് നമ്മൾ SSCയുടെ ഇംഗ്ലീഷ് സിലബസ് ചേഞ്ച് ചെയ്തേക്കുന്നത്. ഗ്രാമർ, വൊക്കാബുലറി, വെർബൽ എബിലിറ്റി. വെർബൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പാസേജ് ആൻഡ് യു വിൽ ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻസ്. ആ പാസേജ് കോംപ്രിഹെൻഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലോസ് ടെസ്റ്റുകൾ, ഒരു പാസേജിൽ തന്നെ 5-6 ഫില്ലേഴ്സ് ഒരുമിച്ച് തരിക എന്നുള്ളതാണ് ഈ ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന പാറ്റേൺ. ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന പാറ്റേൺ 5-6 ഫില്ലേഴ്സ് ഒരുമിച്ച് വരുന്ന ഒന്നാണ് ഈ പാസേജ് എന്ന് പറയുന്ന പാറ്റേൺ. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ്സ് ആണ് വൊക്കാബുലറീസ് എന്ന് പറയുന്നത്. വേർഡ് മീനിങ്സ് ആണ് വൊക്കാബുലറീസ് എന്ന് പറയുന്നത്. വേർഡ് മീനിങ്സ് ആണ്. ഒരു വേർഡിന്റെ മീനിങ് തന്നതിന് ശേഷം നമ്മളോട് ചോദിക്കുന്ന പാറ്റേൺസ് ആണ് ഈ വൊക്കാബുലറീസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാതി ആൻസർ പറഞ്ഞ പോലെ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇഡിയം എന്ന് പറഞ്ഞതുപോലെ, ഇതുപോലെ ഇഡിയത്തിൽ നിന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കും. ഇനി നമ്മൾ ഇപ്പൊ ഞാൻ പറയാം, പുട്ട് ഓൺ യുവർ മാസ്ക്. പുട്ട് ഓൺ യുവർ മാസ്ക്, what it means put on, it is a phrasal verb. Do you have any idea regarding that? What is put on?
എന്താണ് പുട്ട് ഓൺ എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വെരി ഗുഡ്. വിയർ. സോറി അഗെയിൻസ്റ്റ് കോട്സ്. വെൽ, സോ വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് പുട്ട് ഓൺ. സോ വിയർ, പുട്ട് ഓൺ, ദിസ് ഈസ് എ ഫ്രേസൽ വെർബ്. എങ്ങനെയാണ് ഒരു ഫ്രേസൽ വെർബ് പഠിക്കുക? ഫ്രേസൽ വെർബ് പഠിക്കുക നമ്മളത് യൂസ് ചെയ്ത് പഠിക്കുകയാണ്. ഒരു കാര്യം നമ്മളൊരു ഫ്രേസൽ വെർബ് പഠിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക. സീ, I can't put up with you, I won't break up. This is the connecting method that you can use in phrasal verbs. രണ്ട് phrasal verb ആണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു phrasal verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ break up ആണ്. That you may be familiar with. What is phrasal verbs? That what is this? Break up. Break up അറിയാത്ത ആരും ഉണ്ടാവില്ല. When you are in a what? When you want to discontinue a relationship, when you want to break a relationship, whether it is a marriage relationship or whether it is a love relationship, then you can use this pattern, break up. So നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. ബ്രേക്കപ്പ് എന്ന് പറയുന്ന പാറ്റേണിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒന്നാണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്നത്. I can't put up with you, I won't break up. This is the pattern. I can't put up with you, I won't break up. What it means, I can put up with other phrasal verb. Put up with, well, very good, Shamima and Swati, you guys are absolutely right. It is tolerate. ടോളറേറ്റ് എന്ന് പറയാം, എനിക്ക് നിന്നെ സഹിക്കാൻ വയ്യ, എനിക്ക് ബ്രേക്കപ്പ് വേണം. കണ്ടോ, കണക്ട് ചെയ്ത് വെച്ച പാറ്റേൺ ആണ്. ഫ്രേസൽ വെർബ്സ്, ഇഡിയംസിന്റെ പ്രത്യേകത, ഇതില്ലാതെ SSC ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കത്തില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കത്തില്ല. നിങ്ങൾ MTS എഴുതിയാൽ, നിങ്ങൾ CHSL എഴുതിയാൽ, നിങ്ങൾ CGL എഴുതിയാൽ, എന്തെഴുതിയാലും ഈ പറയുന്ന, അതായത് +2 ലെവലുള്ള CHSL, ഡിഗ്രി ലെവലുള്ള CGL, 10th ലെവലുള്ള MTS, ഏത് ലെവൽ എക്സാമിനേഷൻ എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രേസൽ വെർബ്സും ഇഡിയംസും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. സോ നമ്മൾ ആദ്യം ഷുവർ ഷോട്ട് കൊടുക്കേണ്ടത് ഈ പറയുന്ന പാറ്റേണുകൾക്കാണ്. ഇതാണ് ഷുവർ ഷോട്ട് പാറ്റേൺസ് വൊക്കാബുലറിയിൽ വരുന്ന പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ആണ് നമ്മൾക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഈ വർഷം തന്നെ നമുക്ക് CHSL ഉണ്ടാവും, ദെൻ MTS ഉണ്ടാകും. എപ്പോഴും SSC എല്ലാ വർഷവും എക്സാംസ് നടത്തും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മൾ PSC ആയിട്ട് കമ്പയർ ചെയ്താൽ PSCയുടെ LD നടത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു. PSC LD നടത്തിയത്. ഇനി അടുത്ത LD നടത്തണമെങ്കിൽ 3 വർഷം കഴിയണം. കാരണം PSCയുടെ ക്വസ്റ്റ്യൻ റാങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത 3 വർഷമാണ് അവരുടെ പാറ്റേൺസ് എന്ന് പറയുന്നത്. പക്ഷേ SSC എല്ലാ വർഷവും എക്സാംസ് നടത്തും. SSC ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുവാണ്. അതായത് എനിക്ക് ഒരുപാട് പഠിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് ഒരുപാട് പഠിച്ച് സമയം കളയാനില്ല എങ്കിൽ നിങ്ങളെ നോക്കിയിരിക്കുന്ന പേപ്പറാണ് SSC GD എന്ന് പറയുന്ന പോസ്റ്റ്. SSC GD എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന യൂണിഫോം പോസ്റ്റുകളാണ് SSC GD എന്ന് പറയുന്ന പോസ്റ്റുകൾ. 50,000 മുകളിൽ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു പോസ്റ്റാണ്. 50,000 ആണ് ഈ പറയുന്ന വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത്. വേക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് 50,000 ആണ്. ഇത്രയും വേക്കൻസി കൂടുതലുള്ള ഒരു എക്സാമിനേഷനും ഇന്ത്യയിൽ നടത്തത്തില്ല. ഇതാണ് SSC തരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പൊ PSCയുടെ ഏറ്റവും വലിയ എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി ബോർഡ് നടത്തുന്ന 3000 വേക്കൻസിയൊക്കെയാണ് ഏറ്റവും വലിയ PSC നടത്തുന്ന ഒരു എക്സാമിനേഷൻ. 3,000 ഒക്കെ. യാ ഡെഫിനറ്റ്ലി അനഘ. പ്രീവിയസ് സ്ലൈഡ് SSCയുടെ എക്സാമിനേഷന്റെ ആണോ അനഘ? വിഷ്ണു സാർ ആ പ്രീവിയസ് സ്ലൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാവോ സാർ? നിതിൻ സാർ, എക്സാംസുമായി ബന്ധപ്പെട്ടിട്ട് യാ ദിസ് ഇസ് ദ പാറ്റേൺ. സി, എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ആണോ അനഘ? ഡെഫിനറ്റ്ലി സാർ, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒന്ന് വെള്ളനക്കാം. സി, ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC GD ക്വാളിഫിക്കേഷൻ എന്ന് പറയാ നവമി. സി, നമുക്ക് +2 ലെവൽ പാറ്റേണിൽ വെച്ച് തന്നെ GD ലെവൽ എക്സാമിനേഷൻസ് നമുക്ക് എഴുതാൻ സാധിക്കും. ഡിഗ്രി വേണ്ട നിങ്ങൾക്ക്, ഡിഗ്രി ഇല്ലാത്ത കുട്ടികൾക്ക് 18 വയസ്സ് തൊട്ട് GD എക്സാംസ് എഴുതാം. 50,000 ആണ് വേക്കൻസി. SSC നടത്തുന്ന എക്സാംസിൽ ഏറ്റവും കട്ട് ഓഫ് കുറവുള്ള എക്സാമാണ്. ഏറ്റവും കട്ട് ഓഫ് കുറവുള്ള എക്സാം ആണ് ഈ പറയുന്ന GD എക്സാമിനേഷൻ. കാരണം 50,000 വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് എപ്പോഴും കുറച്ചായിരിക്കും അവരിടുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളായ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, CISF, ആസാം റൈഫിൾസ്, CRPF ഇങ്ങനെയുള്ള പാറ്റേണുകളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്ന എക്സാംസ് ആണ് GD എക്സാംസ്. വരാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിമ്പിൾ ആയിട്ടിരിക്കും. സോ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന എക്സാമിനേഷൻ. ഗ്രാമറിന്റെ ടോപ്പിക് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ സി, നമുക്ക് ആകെ 8 പാർട്ട് ഓഫ് സ്പീച്ചിൽ നിന്ന് ചോദ്യം ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. 8 പാർട്ട് ഓഫ് സ്പീച്ചിൽ നിന്ന് മാത്രമായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ബേസ് വരുന്ന ടെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസ് പാറ്റേൺസിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. സോ
അതിന്റെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. സെഷൻ ഞാൻ റഹാൻ സാറ് മാത്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ആ പാറ്റേണിലേക്ക് പറയാം. അപ്പൊ ഞാൻ ഷുവർ ഷോട്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഫ്രൈസൽ വെബ്സ്, ഇഡിയംസ് ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നിങ്ങൾ GD എഴുതിയാലും CTL എഴുതിയാലും CHSL എഴുതിയാലും MTS എഴുതിയാലും എല്ലാം സെയിം പാറ്റേൺ ആയിരിക്കും. സോ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പാറ്റേൺസ് ആണ്. എല്ലാ ദിവസവും 5 എണ്ണം വെച്ച് പഠിച്ചു തീർക്കുക. എല്ലാ ദിവസവും 5 വൊക്കാബുലറി വെച്ച് പഠിച്ചു തീർക്കുക. അതൊരു എന്താ പറയാ, നമ്മളുടെ ഒരു ഹാബിറ്റ് ആക്കുക. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് പോലെ, പല്ല് തേക്കാൻ നമ്മൾ ഒരു ദിവസം പോലും മറന്നു പോകത്തില്ല. നമ്മളുടെ ഒരു മാൻഡേറ്ററി കാര്യമാണ്. ഇതുപോലെ എല്ലാ ദിവസവും 5 വൊക്കാബുലറി പഠിച്ചു തീർക്കുക. എന്താ ഗുണമെന്ന് വെച്ചാൽ 3 മാസം 90 ദിവസമുണ്ട്. 90 ദിവസം കൊണ്ട് 5 വൊക്കാബുലറി പഠിക്കുക എന്ന് പറഞ്ഞാൽ 9 5s are 450, 450 വൊക്കാബുലറീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ ദിസ് ഇസ് ദ പാറ്റേൺ. നിങ്ങൾക്ക് മിനിമം പ്രിലിംസ് കവർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇതാണ് ആ പാറ്റേൺസിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന പാറ്റേൺ. പ്രധാനമായിട്ടും CGL-ന്റെ CHSL-ന്റെ ഒക്കെ സിലബസിൽ മെയിൻ ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന സിലബസ് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ആൻഡ് GK മീൻസ് കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്ന ഗുണം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും, നമുക്ക് സ്റ്റാറ്റിക് GKകളും കിട്ടും. നമ്മൾ ഈ ന്യൂസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യം നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ എല്ലാവരും കണ്ടൊരു കാര്യമായിരിക്കും. ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു ഫ്ലൈറ്റ് അപകടം സംഭവിച്ചു. നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കുമല്ലോ. ഫ്ലൈറ്റ് അപകടം സംഭവിച്ചു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അപകടമാണ്. എവിടെ ആയിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഡസ് എനിവൺ ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? എവിടെയാണ് ഈ അപകടം നടന്നത്? നമ്മൾ ന്യൂസ് പേപ്പറിൽ, വാട്സാപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ട അപകടം നടന്നത് എവിടെയാണ് നടന്നത് എന്ന് തെറ്റുവാണെങ്കിൽ തെറ്റിക്കൊണ്ട, യു ജസ്റ്റ് ട്രൈ. വെൽ, അഹമ്മദാബാദിലാണ്. വെൽ, വെരി ഗുഡ്. അഹമ്മദാബാദിലാണ്. സോ എവരിബഡി സെഡ് ആൻസേഴ്സ്. അഞ്ജലി, ഷമീന, ബാക്കിയുള്ളവരുടെ പേര് ഇങ്ങനെ മാഞ്ഞങ്ങ് പോയിട്ടോ, സോറി ഞാൻ കണ്ടില്ല. നവമി, കാവ്യ. അഹമ്മദാബാദിലാണ്. ഓക്കെ, നമ്മൾ ഒരു SSC ആസ്പിറന്റ്, അനീഷ, ശിവാനി. വെൽ, വെരി ഗുഡ്. മിടുക്കം പിള്ളേർ, എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. ഒരു SSC ആസ്പിറന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? അപകടം നടന്നത് ഏത് എയർപോർട്ടിലാണ് എന്നുള്ളതാണ്. എനിവൺ, ഏത് എയർപോർട്ടിലാണ്? അഹമ്മദാബാദിലെ എയർപോർട്ടിന്റെ പേരെന്താണ്? വെൽ, വെരി ഗുഡ് ആർദ്ര, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. മിടുക്കി. വെൽ, അപ്രീഷിയേറ്റ് വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ്. ഇതാണ് റാങ്കിങ് പാറ്റേൺ. കണ്ടോ? എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ ക്ലാസ്സിലുള്ള എല്ലാവരും ഉത്തരം പറഞ്ഞു. വെൽ, വെരി ഗുഡ് നവമി, നൈസ്. ക്ലാസ്സിലുള്ള എല്ലാവരും ഉത്തരം പറഞ്ഞു. എന്തായിരുന്നു? അതായത് നമ്മളുടെ അഹമ്മദാബാദിലാണ് അപകടം നടന്നത് എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിൽ അത് ആർദ്രയിലും നവമിയിലേക്കും മാത്രം ഒതുങ്ങി. ഇതാണ് റാങ്കിങ് പാറ്റേൺസ്. കണ്ടോ? അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്, അതായത് ഈ എയർപോർട്ടുകൾ SSCയുടെ ഏറ്റവും ഫേവറേറ്റ് GK ആയിരിക്കും. ഡാൻസസ് SSCയുടെ ഏറ്റവും ഫേവറേറ്റ് GKസിൽ ഒന്നായിരിക്കും. ഡാൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നാഷണൽ ഡാൻസ് ഓഫ് ഇന്ത്യ, ഡു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് ദ നാഷണൽ ഡാൻസ് ഓഫ് ഇന്ത്യ? നമ്മുടെ ഇവിടെ കേരളത്തിൽ കലോത്സവത്തിലൊക്കെ നടന്ന പിള്ളേർ സ്കൂളിലൊക്കെ കളിക്കാറുണ്ട്. നിങ്ങളും കളിക്കാറുള്ള ഒന്നായിരിക്കും. നാഷണൽ ഡാൻസ് ഓഫ് ഇന്ത്യ? നോ ഐഡിയ. നാഷണൽ ഡാൻസ് ഓഫ് ഇന്ത്യ? Well, Shiva, you are absolutely right. It is Bharatanatyam. ഭരതനാട്യമാണ് കേട്ടോ. ശിവാനി പറഞ്ഞ ഭരതനാട്യമാണ് എന്ത്? നാഷണൽ ഡാൻസ് ഓഫ് ഇന്ത്യ. നാഷണൽ ഡാൻസ് ഓഫ് ഇന്ത്യ ഭരതനാട്യമാണ്. They may ask questions like this. Bharatanatyam is from which state? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനെയാണ് ഈ ഡാൻസ്? Well, so far so cool, Shivani. You are absolutely right. It is Tamil Nadu. And Ardra also well, very good. തമിഴ്നാടിന്റെ ആണ് എന്ത് ഈ പറയുന്ന ഭരതനാട്യം എന്ന് പറയുന്നത്. സോ ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഡാൻസ് ഫോം ആണ്. സോ they may ask questions like this. ഇങ്ങനെയാണ് നമ്മൾ എന്ത് അപ്ഡേറ്റുകൾ ചെയ്യേണ്ടത്. ഈ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. Well, so I'm handing over this session to റഹാൻ സാർ. മാത്സിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം റഹാൻ സാർ പറഞ്ഞു തരും. So he will explain you the important shortcuts and tricks related with the maths, how to crack maths in a short period of time. Well, so welcome Rahan sir. Hi Rahan sir. Thank you. Hi everyone. Very good evening. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണല്ലേ. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയാൻ നേരത്ത് അത്രയ്ക്ക് വലിയൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലും മാത്സ് ചോദിക്കുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് 10th വരെ നമ്മൾ എന്താണോ പഠിച്ചത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആൾജിബ്ര, ട്രിഗ്നോമെട്രി അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്.
പക്ഷെ നമ്മൾ അതേ 10 ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ആൻസർ ചെയ്യാൻ ടൈം കിട്ടത്തില്ല അല്ലെ. സോ നമുക്കറിയാം റഫ്ലി അറൌണ്ട് 2-2.5 മാസം എന്തിനുള്ളൂ, CGL-ലോട്ടുള്ളൂ, പ്രിലിംസിലോട്ട് അല്ലെ. മെയിൻസിൽ പിന്നെയും നമുക്ക് ടൈം ഉണ്ട്. ഈ പ്രിലിംസ് കഴിയുമ്പോൾ തന്നെ പിന്നെയും ബാക്കിയുള്ള എക്സാംസ് വരും, CHS വരും, MTS വരും, GD വരും. സോ നമുക്ക് അതിന്റെ ജസ്റ്റ് സിലബസിലോട്ടൊന്ന് പോവാം. ജസ്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നൊന്ന് ശ്രദ്ധിക്കുക. എടാ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണാലോ? എടാ നോക്കി, ഇതാണ് നമ്മുടെ ബേസിക് സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മുടെ ബേസിക് സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പോ CGL-ന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ബേസിക് ആയിട്ട് എല്ലാം പഠിച്ചോ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് എന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ലാസ്റ്റത്തെ 2 ടോപ്പിക് ഉണ്ടോ, ഈ പ്രോബബിലിറ്റിയും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും, ഇത് രണ്ടും മെയിൻസിലാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, പ്രിലിംസിന് ചോദിക്കാറില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി ഇപ്പൊ തന്നെ പഠിച്ച സമയം കളയണോ, വേണ്ട. ഓക്കെ, അതേപോലെ സ്റ്റാറ്റും സ്റ്റാറ്റിസ്റ്റിക്സും മെയിൻസിനാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, സോ ബാക്കിയുള്ള ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് എന്ത് ചെയ്യാറുള്ളത്, CGL ചോദിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് എക്സാംസിന്റെ കാര്യം നേരത്തെ ബേസിൽ സാർ പറഞ്ഞല്ലേ, CGL, CHSL, MTS, GD, ഇതെല്ലാത്തിനും സെയിം സിലബസ് ആണോ? മാത്സിന് സെയിം സിലബസ് അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, നമ്മുടെ CGL വരാൻ നേരത്തും CHSL വരാൻ നേരത്തും മാത്രമാണ് ഇത്രയും ടോപ്പിക് ഉള്ളത്. ഓക്കെ, മറിച്ച് നമ്മുടെ MTS-ഉം GD-യും വരാൻ നേരത്ത് പിന്നെയും ടോപ്പിക്ക് കുറയുകയാണ്. ഓക്കെ, സോ നമുക്ക് പിന്നെ എന്തായിരിക്കും, അത്രത്തോളം എളുപ്പമായിരിക്കും. ഞാൻ ബാക്കിയുള്ള എക്സാംസിനോട് പറയാം. സോ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മുടെ CGL-ന്റെ കാര്യം ഒന്ന് പറയാം. CGL-ന്റെ കാര്യം നോക്കി, നമ്മുടെ ഓഗസ്റ്റ് ഫസ്റ്റ് ഹാഫ് ആവുന്നതോടെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലെ. സോ ഞാൻ പറഞ്ഞു ഈ 21 വരെ ഉള്ളതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 21 ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയമില്ല, നമുക്ക് തറവായിട്ട് പഠിക്കാനുള്ള ടൈം നമുക്കില്ല. സോ പിന്നെയും നോക്കുക, നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ബേസ് ആണ്. നമ്മുടെ മാത്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബേസ് പക്ക ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ബേസ് ഏകദേശം നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. നമുക്ക് ബേസ് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ്. ഓക്കെ, നമ്മൾ പ്രിലിംസിന്റെ കേസ് പറയാൻ നേരത്ത് 25 ക്വസ്റ്റ്യൻ ആണ് CGL ഉള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം 25 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, പ്രിലിംസിന് വരാൻ നേരത്ത് CHSL-ന് ഇതേ കേസ് തന്നെ. എനിവേ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഏതാണെന്ന് അറിയാം? ഈ 3 ടോപ്പിക്സ് ആണ്, 16, 17, 18. ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി. ഓക്കെ, ഇത് 3 തന്നെ ഒരു അറൌണ്ട് 10 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇത് 3. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്തെന്ന് പറയുന്നത്, ഓൾജിബ്രയും ട്രിഗ്നോമെട്രിയും ജോമെട്രിയും. ഓക്കെ, സോ നമ്മൾ ബേസ് തൊട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സിംപ്ലിഫിക്കേഷൻ പഠിക്കും, പിന്നെ ഇങ്ങനെ പഠിച്ചു വരും അല്ലെ. സോ നമ്മൾ അവസാനം എത്തുമ്പോഴത്തേക്ക് നമുക്ക് മോസ്റ്റ്ലി പല പിള്ളേർക്കും കാണാനുള്ളതാണ് മടുപ്പാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്, ഇത് 3 എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി നമ്മൾ പഠിപ്പിക്കാൻ നേരത്തെ തന്നെ ചിലപ്പോൾ അവസാനമായിരിക്കും. സോ മോസ്റ്റ്ലി പിള്ളേർ എന്ത് ചെയ്യാത്തതും ഇത് തന്നെയായിരിക്കും, ശ്രദ്ധിക്കാതെ പോകുന്ന ടോപ്പിക്കും ഇത് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അറൌണ്ട് 10+ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, 10+ എന്ന് പറയുന്നത് ചിലപ്പോൾ 12 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാത്സിന്റെ കേസ് പറയാൻ നേരത്ത് മോസ്റ്റ്ലി എല്ലാവർക്കും ഇപ്പം നിങ്ങൾ ഈ പ്രിലിംസ് കിട്ടുന്നവരുടെ കേസ് നോക്കി കഴിഞ്ഞാൽ തന്നെ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും അവരുടെ മാർക്ക് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യൻ ശരിയായിരിക്കും. ഓക്കെ, 25-ന് 23 ക്വസ്റ്റ്യൻ, അപ്പൊ തന്നെ എത്ര മാർക്കായി? ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, 46 മാർക്ക്. നമുക്ക് ആക്ച്വലി നമുക്കൊരു പ്രിലിംസ് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 40+ മാർക്ക് വേണം. ഓക്കെ, ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചാണ്, ഒരു 40+ മാർക്ക് എന്തിനു വേണം? QA-ക്ക് വേണം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ 10 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ 10 ക്വസ്റ്റ്യൻ തന്നെ എത്ര മാർക്കായി? 20 മാർക്കായി. അപ്പൊ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇത് 3. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് വിട്ടാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് 3 സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് മെൻസുറേഷൻ എന്ന് പറയുന്നത്. മെൻസുറേഷനിൽ നിന്നും അറൌണ്ട് 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ മേ ബി ചിലതൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. ഓക്കെ, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഇത് 4 എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ആവശ്യമുള്ള മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു CGL-ന്റെ കേസ് പ്രിലിംസിന് 25 ക്വസ്റ്റ്യൻ ആണ് അല്ലെ, 25 ക്വസ്റ്റ്യൻ ആണ്. CHSL-ന്റെ കേസ് വരാൻ നേരത്തും എന്ത് തന്നെയാണ്, 25 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്
CPU എന്ന് പറയുന്നത്, SSC CPU എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം കാണും. അതിനെന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക്. ഇത് രണ്ടിനും എന്താണ് 25 ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ്. ഓക്കെ, പക്ഷെ CPU എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ CPU എഴുതാനും CHS എഴുതാനും CPOയും CGL എഴുതാൻ നിങ്ങൾക്ക് ഡിഗ്രി വേണം. CHSL +2 യോഗ്യത മതി. ഓക്കെ, പക്ഷെ ഇത് മൂന്നിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. QAയുടെ കേസ് പറയുമ്പോൾ ഓക്കെ, ഇത് മൂന്നിനും എന്താണ് സെയിം സാധനം പഠിച്ചാൽ. സോ നമ്മൾ ആദ്യം നോക്കുക നിങ്ങൾ ഏതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് മൂന്നും അല്ലാതെ ബാക്കിയുള്ള MTS GD ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വരുന്ന സിലബസ് വെറുതെ പഠിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സമയം കളയേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഏതിനാണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കുക. ഇത് മൂന്നിലുമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെ സിലബസ് എന്തായിപ്പോയി, ഓൾറെഡി കവർ ആയിപ്പോയി. ഓക്കെ, ഇനി ബാക്കിയുള്ള 2 എക്സാം ആണ് ഏതെന്ന് പറയുന്നത് MTSഉം GD. ഓക്കെ, MTSഉം GD നമുക്ക് നേരത്തെ ബേസിൽ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഈ 2 ടോപ്പിക്, MTSഉം GD. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന മാത്സിന്റെ കേസിൽ ഭയങ്കര എളുപ്പമായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ 10ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ടാണ്. ഓക്കെ, ഈ GDയുടെ കേസ് ഏകദേശം 20 ക്വസ്റ്റ്യൻ കാണും മാത്സ്. ഓക്കെ, 20 ക്വസ്റ്റ്യൻ കാണും. ഇനി ഈ MTSന്റെ കേസിലോട്ട് വരാൻ നേരത്ത് ഒരു പ്രശ്നമുണ്ട്. MTSന്റെ കേസിൽ ഈ മാത്സ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. ഓക്കെ, ഈ മാത്സും റീസണിങ് ക്വാളിഫയിങ് ആണ്, അതായത് നിങ്ങൾ പാസ് ആയാൽ മതി. ഓക്കെ, അതിന്റെ മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കൂടില്ല, റാങ്ക് ലിസ്റ്റിൽ കൂട്ടില്ല. ഓക്കെ, സോ MTSന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. മാത്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കാരണം എന്താണ്, നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടാൻ നേരത്ത് നിങ്ങൾ മാത്സിന്റെ കാര്യം നോക്കില്ല, മാത്സ് നോക്കില്ല, റീസണിങ് നോക്കില്ല. കൂടുതൽ വെയിറ്റേജ് എന്ന് പറയുന്നത് GKക്ക് ഇംഗ്ലീഷിനും ആയിരിക്കും. ഓക്കെ, സോ ഇനി ഈ GDയുടെ MTSന്റെയും കേസ് വരാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് ഇത്രയും നിങ്ങൾ നോക്കുക വേണ്ട. ഈ 16 തൊട്ട് 24 വരെയുള്ള ടോപ്പിക്സ് നിങ്ങൾ നോക്കുക വേണ്ട. ഓക്കെ, ഈ 1 തൊട്ട് 15 വരെയുള്ള നോക്കിയത്. ഈ മെൻസുറേഷൻ വരാൻ നേരത്തും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനം മാത്രം നോക്കി പോയാൽ ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക്. ഈ GDക്കും MTSനും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി ഈ CGLും CHSലും ഒക്കെ വരാൻ നേരത്ത് നമുക്ക് 25 ക്വസ്റ്റ്യൻ ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എഴുതാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്ങനെ പോയാലും ഒരു 23+ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അത്രയും തന്നെ എന്ത് ചെയ്തേ പറ്റുള്ളൂ, സ്കോർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ CGLന്റെ കേസിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് 40+ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അതെങ്ങനെ എഴുതി പെട്ടെന്ന് ഇത്രയും കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ, 2.5 മാസത്തെ എങ്ങനെ കിട്ടും എന്നുള്ളത്. സോ മെയിൻലി എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ മോക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മോക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, മേ ബി നിങ്ങൾ ഒരു ബിഗിനർ ആയിരിക്കാം, നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയ ആളായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നോക്കുക നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. 25 ക്വസ്റ്റ്യൻ ഒരു സെക്ഷണൽ മോക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീക്ക് സ്പോട്ട്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുത്ത് എന്ത് ചെയ്യാം, ഇത്ര നേരം ഒന്ന് പഠിക്കും. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്സിന് നമുക്കിനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഒരു 3 hours എങ്കിലും സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഒരു 3 hours എങ്കിലും, കാരണം നമുക്ക് അത്രത്തോളം സമയമില്ല. ഇനി ആക്ച്വലി 3 hours പോരാ. പിന്നെ ഞാൻ പറയാൻ കാരണം നമുക്ക് ബാക്കിയുള്ള ടൈം കൂടെ ബാക്കിയുള്ള സബ്ജക്ട്സ് കൂടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ 3 hour പഠിക്കാൻ നേരത്തെ തന്നെ നമുക്ക് ഏകദേശം പ്രിലിംസിന് വേണ്ടതായിക്കോളും. ഓക്കെ, പ്രിലിംസിന് വേണ്ട സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ആയിക്കോളും. നമുക്ക് ഒരിക്കലും നമ്മുടെ SSCയുടെ കേസ് പറയാൻ നേരത്ത് അത്ര അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നിങ്ങൾ ഈ ബാങ്ക് എക്സാംസ് ഒക്കെ ഇൻ കേസ് എഴുതിയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിന്റെ എന്ന് പറയുന്നത് കുറച്ചൊരു പൊടിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ SSCയുടെ കേസ് പറയാൻ നേരത്ത് എല്ലാം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇൻക്ലൂഡിങ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ കേസ് വരെ നിങ്ങൾക്ക് ബേസിക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, ഇനി മെയിൻസിലോട്ട് വരാൻ നേരത്തും അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ് ആണ്. CHSLനായാലും CGLനായാലും ഉള്ളത് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ഓക്കെ, CPOക്ക് മാത്സ് ഇല്ല, മെയിൻസിന് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ MTSനും GDക്കും ഒറ്റ എക്സാമേ ഉള്ളൂ. സോ പിന്നെ നമ്മൾ മെയിൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ. ഈ 30 ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്, 90 മാർക്കാണ്. ഓക്കെ, 90 മാർക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത്. ഈ 90-ൽ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 80+ ആക്കാൻ നോക്കുക. ഓക്കെ, എപ്പോഴും ഒരു 80+ ആക്കാൻ നോക്കുക. ഈ 80+ ആക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അറൌണ്ട് 27 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കണം അല്ലെ. നമുക്ക് അത്രയും ടൈം ഉണ്ട്. നമ്മൾ പ്രിലിംസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഡിസംബർ വരെ ആവശ്യത്തിന് സമയമുണ്ട് അല്ലെ. അറൌണ്ട് 4 months കിട്ടും. പ്രിലിംസ് കഴിയാൻ നേരത്ത് തന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട് പഠിക്കാൻ വേണ്ടി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് മെയിൻസിന്റെ PYQ ആയിരിക്കണം.
ഓക്കെ, മെയിൻസിന്റെ PYQ സെക്ഷണൽ ടൈം വെച്ച് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ 80+ സ്കോർ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം ഓക്കെ ആണ്, നമ്മൾ ഏകദേശം സേഫ് ആണ്. നിങ്ങൾ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ പ്രിലിംസിലോട്ട് വെക്കുക. ഓക്കെ, നമ്മൾ മെയിൻസിലോട്ടുള്ള കാര്യം നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞ് ഫോക്കസ് ചെയ്താൽ മതി. സോ ആദ്യം തന്നെ നിങ്ങൾ മെയിൻസിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ആദ്യം തന്നെ പ്രിലിംസ് നോക്കുക. നിങ്ങളുടെ സ്കോർ മേ ബി ആദ്യത്തെ മോക്കൊക്കെ ചെയ്യാൻ നേരത്ത് അത്രേ കാണുള്ളൂ. ഓക്കെ, പക്ഷെ പിന്നെ എന്ത് ചെയ്യാം, കൂടി വന്നോളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് അത് കൂടി വന്നോളൂ. ഓക്കെ, സോ നമ്മുടെ ക്യൂയുടെ കേസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു റെഹാൻ സാർ. റെഹാൻ സാറ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ചെറിയ സമയം കൊണ്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻസിന് ബാക്കി വെക്കേണ്ട സബ്ജക്ട്സും ആൻഡ് പ്രിലിംസിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അതായത് ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വെൽ, താങ്ക് യു. നവമി, GDക്ക് ഫിസിക്കൽ ഉണ്ട് കേട്ടോ. GDക്ക് ഫിസിക്കൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കട്ട് ഓഫ് കുറവ് കിട്ടുന്നത്. സോ ഗേൾസിന് ഫിസിക്കൽ അത്ര ടഫായിട്ട് വരുന്ന പാറ്റേൺ ഒന്നുമില്ല. സോ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യം ഇല്ല. ആൻഡ് ഫിസിക്കലിന് നമുക്ക് ടൈം കാണും, കാരണം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഫിസിക്കലിന് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് എക്സാമിനേഷൻ ആണ്, 10th സ്റ്റാൻഡേർഡ് വെച്ച് നടക്കുന്ന എക്സാം ആണ്. 50,000 ആയിരിക്കും. കട്ട് ഓഫ് എത്രയും കുറയ്ക്കുന്നതിന്റെ കാരണം നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് യോഗ്യതയുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ദെൻ നമുക്ക് ഈ പറയുന്ന GD എന്ന് പറയുന്ന ഫിസിക്കലും കൂടി ഉള്ളത് കൊണ്ട് നമ്മളുടെ എക്സാമിനേഷന് ഇത്രയും കട്ട് ഓഫ് കുറച്ച് തന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ great advantage for you for GD examinations. Well, and MTSും അത്ര ടഫ് ഇല്ല. സാറ് പറഞ്ഞു മാത്സ്, ഇപ്പൊ നിങ്ങൾക്ക് മാത്സിലൊക്കെ ടഫുള്ള ആൾക്കാരാണെങ്കിൽ ആ ക്വാളിഫൈങ് പാറ്റേൺ തരുന്ന പാറ്റേൺ പറഞ്ഞു. സോ നിങ്ങൾക്ക് ഇനി അല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക് കൂടി ഉണ്ട്, അതിനകത്ത് റീസണിങ് ആണ്. ശ്രീജിത്ത് സാറ് റീസണിങ്ങിനെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ശ്രീജിത്ത് സാർ. അതില് പ്രധാനമായിട്ടും ഈ റീസണിങ് പാറ്റേൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ് ഓഫ് GK, ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും GKയുടെയും ഒരു മിക്സ് ആണ് ഈ പറയുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മാത്സിൽ സ്ക്വയറും ക്യൂബും ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ സ്ക്വയറും ക്യൂബും ഒക്കെയാണ് നമുക്ക് ഓരോ ആൽഫബറ്റിന്റെ രീതി വെച്ച് ആൽഫബറ്റിക് കോഡിങ്സ് ഉപയോഗിച്ച് ഇപ്പൊ ABC എന്ന് പറയുന്ന ആൽഫബറ്റ് യു മേ ബി ഫെമിലിയർ. ഹൗ മെനി ലെറ്റേഴ്സ് ഡു വി ഹാവ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ഡു വി ഹാവ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്? സോ ഹൗ മെനി ലെറ്റേഴ്സ് you know that it is 26 letters. 26 letters ആണ് നമുക്ക് ഉള്ളത്. സോ ഈ 26 ലെറ്റേഴ്സിന്റെ പൊസിഷനിങ് വെച്ച് നിങ്ങൾക്ക് ആൽഫബറ്റിക് കോഡിങ്സ് എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ട്. അതായത് ആൽഫബറ്റിക് കോഡിങ്സ് എന്ന് പറയുന്ന പാറ്റേൺസിനകത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സാമിനേഷൻ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ശ്രീജിത്ത് സാറ് നിങ്ങൾക്ക് കോഡിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്താണ് റീസണിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ പറയുന്ന പാറ്റേൺസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ നിങ്ങൾക്ക് അപ്പൊ അതിൽ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ആൽഫബറ്റിക് കോഡിങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം നമ്മൾ പ്രധാനമായിട്ടും നോക്കിയ ഒരു പാറ്റേൺ, അതായത് 26 ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. സോ if someone asks you that what is the 22nd letter of English alphabet, then what may be your answer? 22ാമത്തെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏതാണ്? 22ാമത്തെ ഇംഗ്ലീഷ് ആൽഫബറ്റ്. വെൽ, വെരി ഗുഡ്. സോഫാ കൂൾ ആർദ്ര, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. വി ആണ്. ഈ സ്പീഡാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ടത്. ഈ സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ടത്. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ജയിക്കുമ്പോൾ ഒക്കെ കാണിക്കുന്നത് ഇങ്ങനെയാണ്, V for victory. See 22nd letter. So 22nd letter കണ്ടോ, V for victory. You can easily connect that. So Srijit sir will explain you how to crack reasoning. So Srijit sir. Sir. Good evening. I'm handing over to Srijit. Very good evening. Very good evening, sir. Wow. Okay. Good evening all. അപ്പോൾ എൻ്റെ പേര് ശ്രീജിത്ത്. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ റീസണിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ റീസണിങ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ മാത്സിന്റെ കാര്യം ഇംഗ്ലീഷിന്റെ കാര്യം എല്ലാം നമ്മുടെ ബേസിക് സാറും രഹാൻ സാറും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസണിങ് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വരുന്നത് നിങ്ങൾക്ക് ഒരു സ്കോർ ബൂസ്റ്റർ ആയിട്ടായിരിക്കും നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഒരാൾ വരിക. സ്കോർ ബൂസ്റ്റർ ആയിരിക്കും. കാരണം ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫോർമുല വെച്ചോ അങ്ങനെയൊന്നും പഠിക്കേണ്ട കുറച്ച് ആൾക്കാരല്ല. കാരണം ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങൾ പണ്ട് തൊട്ടേ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ കുറെ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ റീസണിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയുന്ന ഒരു ഭാഗം. കാരണം ഒരു വലിയൊരു ലാർജസ്റ്റ് ഏരിയ. ഓക്കെ,
നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ അബ്സ്ട്രാക്ട് റീസണിങ്. അപ്പോ ഇതിൽ വരുമ്പോ നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്, എന്താ? മിറർ ഇമേജ് കണ്ടുപിടിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു മിററിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നിങ്ങളൊരു മിററിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിററിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് മിററിൽ നോക്കുമ്പോൾ അത് റൈറ്റ് സൈഡ് ആയിട്ട് മാറും. നിങ്ങളുടെ റൈറ്റ് സൈഡ് മിററിൽ നോക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ് ആയിട്ട് മാറും. ഈ ഒരൊറ്റ കോൺസെപ്റ്റേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ മിറർ ഇമേജ് ചെയ്യാനായിട്ട്. ഇത് റീസണിങ് വരുന്ന ഒരു കുഞ്ഞു കാര്യമാണ്. കാരണം ഇത് നമ്മളെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യമാണ് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ മിറർ ഇമേജിൽ വരുമ്പോ ചെയ്യുന്ന എന്താ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായി, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായി. അപ്പോ ഇതേപോലെയാണ് നമുക്ക് വാട്ടർ ഇമേജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതെല്ലാം എല്ലാ ഒരു CGL അല്ലെങ്കിൽ ഒരു SSCയുടെ എല്ലാ എക്സാം എടുത്താലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം മസ്റ്റ് ആണ്, 100% ഷുവർ ആണ്. കാരണം ഒന്നല്ല രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമുക്ക് ഇതേ ടൈപ്പിലൊന്നും നമുക്ക് ഉണ്ടാവാം. അപ്പൊ ഇതേപോലെ വരുന്നതാണ് നിങ്ങളുടെ വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. വാട്ടർ ഇമേജ് എന്ന് പറയുന്ന മിറർ ഇമേജിന് നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരാളാണ്. കാരണം വാട്ടർ ഇമേജ് എപ്പോഴും വരുന്നത് എവിടെയാ? ടോപ്പ് ബോട്ടം സൈഡിലെ അവന്മാർ വരുന്നത്. ഓക്കെ, ഇയാള് വരുമ്പോ ആരാ? നമ്മുടെ മിറർ വരുമ്പോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആണ്. പക്ഷെ വാട്ടർ ഇമേജ് ആണെങ്കിലോ നമ്മളെ അപ്പ് സൈഡ് ഡൗൺ ആവും, ഡൗൺ സൈഡ് അപ്പ് ആവും, അല്ലെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും പണ്ട് തൊട്ട് നമ്മൾ പഠിക്കുന്നതല്ല, അല്ലെ ആരെങ്കിലും ഒരാൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതല്ല. കാരണം അത് ഇതൊക്കെ നമ്മളെ ബേസിക് മെത്തേഡ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ ഇതൊക്കെ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 6 പേര് ഒരു സർക്കുലർ ടേബിളിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്, ഒരു സംവാദം നടത്താനായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് തന്നെയാണ് എന്ത് വരുന്നത്, നിങ്ങളുടെ ഒരു പസിൽ എന്ന് പറയുന്ന ഒരാള്. പസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഒരു പസിൽ നമ്മൾ ഒരു 6 പേര് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇന്ന ഒരാളുണ്ട്, എന്റെ റൈറ്റ് സൈഡിൽ മറ്റൊരാളുണ്ട്, അല്ലെ? അപ്പോ A ആണ്, എന്റെ തൊട്ടിപ്പുറത്ത് A ഉണ്ട്, അല്ലെങ്കിൽ എന്റെ 2 സൈഡ് അപ്പുറത്ത് പോയപ്പോ B ഇരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ഇമാജിനേഷൻ ചെയ്യുക. നമ്മളെല്ലാം ഒരു ഇമാജിനറി പവറാ, അല്ലെ? നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് ഈ ഒരു കാര്യം, അല്ലാതെ ഇത് നമുക്ക് മാത്സ് പഠിക്കുന്ന പോലെ ഫോർമുല ബേസ് ചെയ്യല്ല. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മളെ അവന്മാരെയൊക്കെ ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് അവനെ ഒന്ന് നല്ല ലളിതമായിട്ട് നമ്മൾ എങ്ങനെയാണോ അവിടെ ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഏതാ നമ്മുടെ ഒരു ഫ്ലോർ പസിൽ എടുക്കാം. എടാ, ഒരു 8 നിലയുള്ള കെട്ടിടം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 8 നിലയുള്ള കെട്ടിടത്തിൽ ഓരോ നിലയിലും ഓരോ ആൾക്കാരും ഇത് ഇരിക്കുക. ഇപ്പൊ ഞാൻ നിൽക്കുന്ന കെട്ടിടത്തിന്റെ 2 മുകളിലാണ് വേറൊരാള്, അല്ലെങ്കിൽ തൊട്ടു മുകളിലാണ് B എന്ന് പറയുന്ന ഒരാള്. നമ്മൾ എന്ത് വരയ്ക്കും? നമ്മൾ സാധാരണ നമ്മൾ ഒരു 6 നില കെട്ടിടമുള്ള ഒരു സാധനം ഇങ്ങനെ വരയ്ക്കും, അല്ലെ? 6 വരി വരയ്ക്കും, ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് മേലോട്ട് നോക്കി ഓരോ വര വരയ്ക്കും. എന്നിട്ട് ഞാൻ എവിടെയാണോ ഇരിക്കുന്നത്, A എവിടെയാണോ ഇരിക്കുന്നത്, B എവിടെയാണോ ഇരിക്കുന്നത്, ആ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും? നേരെ എടുത്ത് അതിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യും. ക്വസ്റ്റ്യനിൽ എല്ലാ കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് അവനെ എടുത്തൊന്ന് ചെയ്യേണ്ട കാര്യം മാത്രമേ നിങ്ങൾക്ക് എന്തിൽ വരുന്നുള്ളൂ? റീസണിങ്ങിൽ വരുന്നുള്ളൂ. കാരണം റീസണിങ് എപ്പോഴും നിങ്ങൾക്കുള്ള ഒരു സ്കോർ ബൂസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ചിലപ്പോ മാത്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പാടാവാം, സ്വാഭാവികമായിട്ടും എക്സാം കുറച്ച് പാടാവുന്നതനുസരിച്ച് മാത്സ് പാടാകാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇംഗ്ലീഷും കുറച്ച് ഗ്രാമറൊക്കെ ഒത്തിരി കട്ടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാടാവാം. പക്ഷേ ഒരിക്കലും പാടാവാത്ത ഒരു സാധനം ഏതാ? റീസണിങ് ആണ്. കാരണം ഈ റീസണിങ് എന്ന് പറയുന്ന അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് വിഷ്വൽ ഇമാജിനേഷനും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വരുന്നത്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ ചെയ്തു വരുന്ന കണ്ടുവരുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആൽഫബറ്റിക്കൽ സീരീസ്. നമ്മളെ ബേസിക് സാർ നേരത്തെ പറഞ്ഞായിരുന്നു, ആൽഫബറ്റിക്കൽ സീരീസ് മൊത്തം 26 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോ നമ്മൾ പഠിക്കുമ്പോൾ 26 ലെറ്റേഴ്സ് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, യവന്മാരെ റിവേഴ്സ് ഓർഡർ പഠിക്കും, യവന്മാരുടെ നേരെയുള്ള ഓർഡർ പഠിക്കും. അപ്പോ ഇതില് ഈ ഓർഡർ പഠിക്കാൻ തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. കാരണം ഈ ഓർഡർ പഠിക്കാൻ തന്നെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഈ ജോട്ടി എന്ന് പറയുന്ന ഒരാള്, EJOTY ഈ ജോട്ടി എന്ന് പറയുന്ന ഒരാള്, ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം E 5 ആണ്, J 10 ആണ്, O 15 ആണ്, T 20 ആണ്, Y 25 ആണ്. കണ്ടോ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് 5 എണ്ണം ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ 5 വരെ പഠിച്ചു. ഈ ജോട്ടി ഒറ്റ വേടേ ഉള്ളൂ. ഇത് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നതാണ്? നമ്മുടെ കോഡിങ് ഡീകോഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെ? ആൽഫബറ്റിക്കൽ സീരീസിലും അങ്ങനെ കുറെ ആൾക്കാരിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഒറ്റ സെക്കൻഡിൽ പഠിക്കുന്ന കാര്യമാണ് ഈ 5 എണ്ണം, ഈ ജോട്ടി ഒറ്റ വാക്ക്. അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് വേണം? നമുക്ക് അവന്മാരുടെ റിവേഴ്സ് ഓർഡർ വേണം. അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ പഠിച്ചിരിക്കണം. എങ്ങനെയൊക്കെയാണ് നമുക്ക് അവന്മാരെ എയിൽ നിന്ന് ആദ്യത്തെ ബിയിലോട്ട് എത്ര പോയി, അല്ലെങ്കിൽ എയിൽ നിന്ന് C ആകാൻ എത്ര കൂടണം, എയിൽ നിന്ന് D ആകാൻ എത്ര കൂടണം. അപ്പൊ ഇതൊക്കെ നമുക്കൊരു
ഒരു കാൽക്കുലേഷനാണ്. കാരണം നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതല്ല അല്ലെ, പണ്ട് തൊട്ട് നമ്മൾ എന്താ മാത്സ് പോലെ നമ്മൾ പഠിക്കുന്നതല്ല. കാരണം ഇതെല്ലാം നമ്മുടെ ബൈഹാർട്ട് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്, നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. റീസണിങ് നിങ്ങൾ എങ്ങനെ പോയാലും, ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയായാലും പഠിക്കാത്ത ഒരു കുട്ടിയായാലും, ഇപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ ചെന്നിരുന്ന ഒരു എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് 15+ ഉറപ്പായിട്ടും കിട്ടും. 15-ൽ കൂടുതൽ, ഈ ടോട്ടൽ 25-ല് നിങ്ങൾക്ക് 15+ എങ്ങനെയായാലും കിട്ടും. പക്ഷേ നമ്മുടെ ലക്ഷ്യം 15+ അല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് 20+ അല്ലെങ്കിൽ ഒരു 23+ ആയിരിക്കണം. കാരണം ഇവൻ നമ്മുടെ സ്കോർ ബൂസ്റ്റർ ആണ്. എപ്പോഴും സ്കോർ ബൂസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യൂ. അല്ല നമുക്കൊരു MDSO ഒരു CHSലോ എക്സാം ആയി കഴിഞ്ഞാൽ അവൻ 100% ആണ്. കാരണം നമുക്ക് ഇതിൽ ഒരു മാർക്ക് പോലും കളയാനായിട്ടില്ല. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കും നമ്മുടെ എന്താ ഈ റീസണിങ് എന്ന് പറയുന്ന ഭാഗം. ഈ റീസണിങ് വരുന്ന മറ്റു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ഡൈ എടുത്ത് നോക്കിയാൽ, നമ്മൾ സാധാരണ നമ്മൾ എന്താ ഏണിയും പാമ്പും കളിക്കുന്ന ഒരു ഡൈ, ഈ ഡൈ ഇപ്പൊ ഒന്നെന്ന് പറയുന്ന ഒരു നമ്പർ മുകളിലുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഏത് നമ്പറാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് എന്ത് വരുന്നത്. നമുക്ക് അത് തന്നെ നമുക്ക് എന്താ ഡൈ പലതരം റൊട്ടേഷനിൽ നമുക്ക് എന്ത് കൊടുത്തിരിക്കും, ഫിഗറിലെല്ലാം കൊടുത്തിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്നെന്ന് പറയുന്ന ഒരു സൈഡ് ഇപ്പൊ നമ്മളെ ഫേസ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ബാക്ക് സൈഡിലുള്ള നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ഒരു 3 എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ അവന്റെ സൈഡിലുള്ള നമ്പർ ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡൈന്റെ കേസിൽ. അപ്പോ നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്തിൽ വരും, നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗം. ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അച്ഛൻ അമ്മ, അത് നമ്മൾ ഓരോ ജനറേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമുക്ക് വീഡിയോയിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വീഡിയോ ഒക്കെ നോക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏതാ, നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, കുറച്ച് നമ്പർ സീരീസ്, അതുപോലെ ആൽഫബറ്റിക്കൽ സീരീസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന ഈ വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പേര് മാത്രം കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഈ വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം അവരൊരു പേരിട്ട് പറയാ. നമ്മൾ വിഷ്വലായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഒന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കാണുന്നു, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഈ ടോപ്പിക്കിന്റെ പേര് കേട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോൺ വെർബൽ റീസണിങ്, വെർബൽ അല്ലാത്തൊരു റീസണിങ്, ചിലപ്പോൾ അത് ഫിഗർ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്പർ ആകാം, മറ്റെന്ത് കാര്യവും ആവാം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നേടാ, നമ്മുടെ റീസണിങ്ങിൽ വരുന്നത്. അപ്പൊ ഈ റീസണിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പൊ ആസ് എ ബിഗിനർ, ഒരു ബിഗിനറെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. കാരണം നിങ്ങൾ ഒരു ദിവസം ഒരു മോക്ക് ചെയ്യുക. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുമാത്രം ടോപ്പിക്ക് പഠിക്കുന്നു അത്രയും ടോപ്പിക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അത്യാവശ്യമായിട്ട് മോക്ക് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ചിലപ്പോൾ നിങ്ങളിപ്പോ ഒരു ഫസ്റ്റ് വീക്കാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ, നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തത് ഫസ്റ്റ് ഡേ എന്ത് ചെയ്യുക, ഒരു മോക്ക് ചെയ്യുക. ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്കിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 1/2 മാർക്ക് ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 2 മാർക്ക് ആയിരിക്കും കിട്ടുക. അതൊന്നും നമ്മൾ മാർക്കിനെ പറ്റി നമ്മൾ ബോധറേ ആവരുത്. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മാർക്ക് കൂടി വരുന്നതായിട്ട് കാണാം. ഒരു വീക്കിൽ നിങ്ങൾക്ക് 1 മോക്ക് ടെസ്റ്റ് ചെയ്യാം. 2ാമത്തെ വീക്ക് ആവുമ്പോൾ ഈ 1 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് 2 മോക്ക് ടെസ്റ്റ് ആക്കി മാറ്റാം. ഈ 2 മോക്ക് ടെസ്റ്റ് വീണ്ടും ഒരു ആഴ്ചയും കൂടെ ആകുമ്പോൾ 3 മോക്ക് ടെസ്റ്റ് ആക്കി മാറ്റാം. അങ്ങനെ നിങ്ങൾ എത്ര മോക്ക് ടെസ്റ്റ് ചെയ്യണം, ഡെയിലി നിങ്ങൾ ഒരു 5 മോക്ക് ടെസ്റ്റ് വരെ ചെയ്യണം. എന്നുവെച്ചാൽ ഇതൊരു പ്രോസസ്, നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നല്ല. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച. അപ്പോ നമുക്കൊരു ടോപ്പിക്ക് തീരാനായിട്ട് നമുക്ക് ഈ ഒരു സമയം വരുന്ന ഒരു മാക്സിമം ഒരു 3 മന്താ. അത് റീസണിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിലും വരല പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ടോപ്പിക് എല്ലാം തീരും. അപ്പോ നമുക്ക് ഈ ഒരു 3 മാസം കാലയളവ് കൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു 2 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യും, ഒറ്റ മോക്കേ ചെയ്യുള്ളൂ. അടുത്ത 2 ആഴ്ച എന്ത് ചെയ്യും, ഒരു മോക്കും കൂടെ കൂട്ടും, 2 മോക്കാക്കും അല്ലെ, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. 3ാമത്തെ ആഴ്ചയാകുമ്പോൾ നിങ്ങൾ ഒരു 3 മോക്ക് ചെയ്യും. 4ാമത്തെ ആഴ്ചയാകുമ്പോൾ 4 മോക്ക്, 5 മോക്ക്, മാക്സിമം നിങ്ങൾ 5 മോക്ക് വരെ ചെയ്യുക. അതിന്റെ സൊല്യൂഷനും കൂടെ ആക്കുക. കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ആണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ അത് എത്ര പെട്ടെന്ന് ചെയ്യുന്നു അതിനാണ്. അപ്പൊ അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് കുറെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവന്മാര് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം അവനെയും കൂടെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങളൊരു ഫ്രഷ് ആയിട്ടിരുന്ന് നിങ്ങളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്ത് മാർക്ക് കിട്ടുന്നു എന്ന് നോക്കുക. 2ാമത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കോർ ഒരു നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. എന്നും ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കരുത്. കാരണം നമ്മളൊരു വലിയൊരു ജോബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. CGL പോലത്തെ ഒരു വലിയൊരു ജോബ് എന്ന് പറയുന്ന ഒരു ഡ്രീം ആയിരിക്കും അല്ലെ പലരുടെയും.
അപ്പോൾ ഈ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സാധനം നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു 5 മോക്ക് വെച്ച് നിങ്ങൾ ഒരു 2 മാസം വേണ്ട, നിങ്ങൾ ഒരു 5 മോക്ക് വെച്ച് 1 മാസം തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ സ്കോർ ബൂസ്റ്റ് ആവുന്ന കറക്റ്റ് ആയിട്ട് റിസൾട്ട് ആവും. പക്ഷെ ബ്രേക്ക് വരരുത് ദയവ് ചെയ്ത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ദിവസം ഞാനിപ്പോ 5 എണ്ണം ചെയ്തു, രണ്ടാമത്തെ ദിവസം വീണ്ടും 5 എണ്ണം ചെയ്തു, അപ്പോൾ എന്തായാലും ഒരു 2 ദിവസം നമുക്ക് റെസ്റ്റ് എടുത്താലോ എന്ന് കരുതി പിന്നെ ഒരു 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, റെസ്റ്റ് എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ 2 ദിവസം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്, റെസ്റ്റ് എടുക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ഓർക്കുക, നിങ്ങളെ പിന്തള്ളിക്കൊണ്ട് 100 പേര് നിങ്ങളുടെ പുറത്ത് കയറിയിട്ടുണ്ട് അല്ലെ. മറ്റ് 100 പേര് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവരെ ബീറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ CGL അല്ലെങ്കിൽ ഒരു SSC എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം അല്ലെ. അപ്പൊ കൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഒരു ദിവസം ബ്രേക്ക് ആയാൽ നമ്മൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യുക. കാരണം ഇപ്പോൾ രാവിലെ സമയം കിട്ടും, നിങ്ങൾക്ക് അഥവാ അത്യാവശ്യം പോവുകയാണെങ്കിൽ രാവിലെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നതിന് ശേഷം രാത്രി കിട്ടും. ഏതെങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ റീസണിങ്ങിനെ പറ്റി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് നമ്മുടെ റീസണിങ് എന്ന് പറയുന്നത്. ഫോർമുലാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറവാണ്. ജസ്റ്റ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് മാത്രമേ ഉള്ളൂ, അവനെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ബാക്കിയെല്ലാം നമ്മുടെ സാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. താങ്ക് യു ശ്രീജിത്ത് സാർ. സോ സാറ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് തന്ന് നിങ്ങൾക്ക് അതിന്റെ ഷോർട്ട് കട്ടും കൂടി പറഞ്ഞു തന്നിരുന്നു. ഇജോട്ടി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എല്ലാം സാറ് പറഞ്ഞു. വെരി ഗുഡ്, താങ്ക് യു സാർ. സി, നിങ്ങൾ ശ്രീജിത്ത് സാറിന്റെ റീസണിങ്ങിന്റെ കോൺസെപ്റ്റ്സും ഇനി റഹാൻ സാറിന്റെ മാത്സും ഞാൻ ഇംഗ്ലീഷും പറഞ്ഞു. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നിന്ന് നക്ഷലിൽ കിട്ടിയത് എത്ര PYQ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ നാഷണൽ ലെവലിൽ നടക്കുന്ന ബോർഡ് എക്സാമിനേഷൻസിന്റെ ബുക്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, 1999 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സി, ദിസ് ഈസ് ദ പാറ്റേൺ. ഇത് റീസണിങ് പാറ്റേൺ, ഇംഗ്ലീഷ് സെഷൻസ് എല്ലാം ടിൽ 2023 ടിൽ 2023 വാങ്ങിച്ചാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് എഡിഷൻ ഇറ്റ് ഈസ് 2024. അതായത് എല്ലാ പാറ്റേണുകളിലും SSC ക്രാക്ക് ചെയ്യുന്ന കുട്ടികളുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ PYQ ആയിരിക്കണം. സാർ അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് പാറ്റേൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. സോ യു ക്യാൻ ജോയിൻ വിത്ത് I+. ഫോളോ ചെയ്യുന്ന പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചാപ്റ്റേഴ്സ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നത് എന്നുള്ളതാണ് I+ന്റെ പാറ്റേൺസ്. സി, വി ആർ ഇൻ ദിസ് ഫീൽഡ് ഫോർ 5 years. സോ യു ക്യാൻ സീ അവർ റിസൾട്ട്സ്. ഞങ്ങളുടെ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാം. സി, ഞങ്ങൾ നെറ്റ് സെറ്റ് എന്ന് പറഞ്ഞ പാറ്റേണിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഫ്രം ദ patterns from the brochures you can easily identify our results. See, why do you want to I+ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ then you can easily connect the pattern. So you can see why we are saying this. So ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് 2024 നടന്ന റിസൾട്ട് ആണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. So you can see in the screen that what is the result of I+. So I+ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. I+ന്റെ CEO സാർ എപ്പോഴും പറയാറുണ്ട്, അലൻ സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നിതിൻ സാറും ജ്യോതി സാറും എല്ലാം പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സി ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. സോ ഫ്രം ദ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുക, ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഗോ ടു ദ ടോപ്പിക്, then again you study. So this is the pattern that you want to follow. If you want to crack, you want to follow this pattern. നിങ്ങൾക്ക് ലക്ഷ്യം ഇതാണെങ്കിൽ, അതായത് ഈ വർഷം സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടുക, സെൻട്രൽ ഗവൺമെന്റ് ജോലിയുടെ പ്രത്യേകത പേ 7 കമ്മീഷൻ വരെയാണ്. സാലറി ഇപ്പോൾ ഉണ്ടായിരുന്നേക്കാൾ 20,000 കൂടി കൂടുകയാണ്. സോ കേരള PSC LDക്ക് ഇപ്പോഴും 24,000 രൂപ കൊടുക്കുമ്പോൾ പേ കമ്മീഷൻ വെച്ച് സെൻട്രൽ ഗവൺമെന്റ് ശമ്പളം കൂട്ടി വരികയാണ് എന്നുള്ള കാര്യം ഓർക്കുക. So if you want to crack this examination, do follow this methods, do crack this method. So if you have any doubts regarding anything, then you can ask, and you can ask directly in the chat box. Otherwise you can contact numbers avadenda numbers il ninge contact cheyam edengil examination ne kuricho endengilum patterns ne kuricho endu doubt undengilum ninge I+ ne direct aayittu contact cheyam. So endu doubt undengilum I will give you voice. Njan directly ningala academic head aanu njan. So you can, I will give you voice regarding any examinations or how to crack shortcuts, tricks എല്ലാം നിങ്ങൾക്ക് ഞാൻ വോയിസ് വഴി അയച്ചു തരാം. വെൽ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക്. കവ്യ SSC GAE എക്സാമിനെ കുറിച്ച് അല്ലേ? സി,
ജെയ്ഡ് എക്സാമിനേഷൻ നമുക്ക് പ്രിലിംസിൽ സെയിം പാറ്റേൺ തന്നെയാണ്. ഈ പറയുന്ന നമ്മളുടെ ഇംഗ്ലീഷ് റീസണിങ് പാറ്റേൺസ് നമുക്ക് സെയിം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് പാറ്റേൺസിനകത്ത് നമുക്ക് ടയർ 2-വിനകത്ത് കോർ സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. സോ അത് നമ്മളുടെ ആദ്യത്തെ പ്രിലിംസ് നമുക്ക് നിലവിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ജെയെ കുറിച്ച് ഒരു വെബിനാർ വരുന്നുണ്ട്, അതിനകത്ത് അറ്റൻഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ കാര്യം അതിനകത്ത് പറയാം. സോ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് വരേണ്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് എക്സാമിനേഷൻ ടയർ 1 ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ടയർ 1 ഉള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിരുന്നത്, ആ പാറ്റേൺസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. സോ after that you have some subject paper there, so ആ സബ്ജക്ട് പേപ്പറും കൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട, അത് സബ്ജക്ട് പേപ്പർ ടയർ 1 ക്വാളിഫൈ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ബേസിക് പാറ്റേൺസിൽ ബാക്കിയെല്ലാം സെയിം സിലബസ് തന്നെ ആയിരിക്കും വരുന്നത്. എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനിത്തിങ്? Any examination? No. Well, so shall we wind up? Well, so best wishes എല്ലാവർക്കും ഈ വർഷം തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നൗമി, സി യു കൻ ചെക്ക് ദ ഡേറ്റ്സ്. സി സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സോ സി SSCയുടെ ഒരു ലാസ്റ്റ് ഡേറ്റിന്റെ പ്രത്യേകതയും ഈ ബേസിക്കലി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നുള്ളത്. സോ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. CGLന്റെ ഡേറ്റിംഗ് പാറ്റേൺസ് വരുന്നത് നിങ്ങൾക്ക് ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്, ജൂലൈ 4-ാം തീയതിയാണ്. പക്ഷേ ഫ്രം മൈ എക്സ്പീരിയൻസ് കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച തന്നെ ചെയ്യണേ, ജൂലൈ 4-ാം തീയതിയിലേക്ക് മാറ്റി വെക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ അവസാനത്തെ ആഴ്ചയില്ലേ ഇവർ ഈ സൈറ്റ് ഡൗൺ ആക്കി വെക്കും. ഇവരെന്താ സൈറ്റ് ഡൗൺ ആക്കി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരും. പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമേ ആഗ്രഹിക്കുന്നവർ മാത്രം എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാ എക്സാംസിലും. SSC സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അവസാനത്തെ ആഴ്ച നമുക്ക് കിട്ടത്തില്ല. സോ അവസാനത്തെ ആഴ്ച ജൂലൈ 4 വരെ സമയമുണ്ട് കേട്ടോ. ജൂലൈ 4 as per നോട്ടിഫിക്കേഷൻ ജൂലൈ 4 വരെ സമയമുണ്ട്. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ജൂലൈ 4 വരെ പോകല്ലേ, ഈ ആഴ്ച തന്നെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഈ ആഴ്ച തന്നെ അപ്ലൈ ചെയ്യണേ, ജൂലൈ 4 വരെ വെയിറ്റ് ചെയ്യരുതേ. ഓക്കെ, വെൽ, so that's all. Thank you. Bye. Good night. So have a great future. Well.